ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഗോട്ട് മിൽക്ക് വെച്ചിട്ടുള്ള ഒരു സോപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്താണെന്ന് വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കൂ. എന്തായാലും യൂസ്ഫുൾ ആകും കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഞാനിവിടെ 1/2 കിലോ ഗോട്ട് മിൽക്കിൻ്റെ ബേസ് എടുത്തിട്ടുണ്ട്. നല്ല ബേസാണ് കേട്ടോ. ഇത് നമ്മളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് യൂസ് ചെയ്തവർക്കൊക്കെ അറിയാം ഇതിൻ്റെ ആ ഒരു ഗുണവും അതുപോലെ തന്നെ ഈ ഒരു സോപ്പ് ബേസിൻ്റെ ഒരു ക്വാളിറ്റിയും കേട്ടോ. അപ്പോൾ ഞാനിത് എപ്പോഴും കട്ട് ചെയ്ത് വെക്കുന്നൊന്നും കാണിക്കാനുള്ള ഇതുണ്ട്. ഇതുപോലെ ഞാനിത് കട്ട് ചെയ്ത് ചെറിയ പീസുകളാക്കി ഇതുപോലെ ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ താഴെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിന് മുകളിൽ വേറൊരു സ്റ്റീൽ പാത്രത്തിൽ ബേസ് ഇട്ടിട്ട് ഇതുപോലെ ഇതിങ്ങനെ മെൽറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് നമുക്കിനി അത് നന്നായിട്ട് മെൽറ്റ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് വാങ്ങി വെക്കാം. ഞാനിതുണ്ട് ആ ഒരു അടിവശത്തൊരു ചൂടുവെള്ളം ഉണ്ടല്ലോ, അതുപോലെ അതിനകത്ത് തന്നെ വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കട്ടിയായി പോകും കേട്ടോ. അപ്പം ഞാനിതുണ്ടോ ഈ ഒരു ബേസിലേക്ക്, നമ്മുടെ ഈ മെൽറ്റ് അയക്കുന്ന ബേസിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇതിലേക്ക് ആൽമണ്ട് ഓയിലാണ്, സ്വീറ്റ് ആൽമണ്ട് ഓയിലാണ് കേട്ടോ ഒഴിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്പൂണിൻ്റെ അളവ് ഉണ്ട്, കുഞ്ഞ് സ്പൂണാണ്. അതിലൊരു 1/2 സ്പൂൺ ആൽമണ്ട് ഓയിലും ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് സ്വീറ്റ് ആൽമണ്ട് ഓയിൽ ഉണ്ടെങ്കിൽ അത് ഒഴിക്കാം, ഇല്ലെങ്കിൽ സാധാരണ ആൽമണ്ട് ഓയിൽ ആണെങ്കിലും ഒഴിക്കാം കേട്ടോ. അടുത്തായിട്ട് ഞാനതിലേക്ക് ഒലീവ് ഓയിൽ ഒഴിക്കുന്നുണ്ട്. 1 സ്പൂൺ ഒലീവ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഒറ്റ സ്പൂണായിട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് എൻ്റെ ഒരു നാൽപ്പാമരാതിയുടെ ഒരു എക്സ്ട്രാക്റ്റ് ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ അതും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ, 1/2 സ്പൂണ്. പിന്നെ നമുക്ക് അതിലേക്ക് നമ്മളുടെ വെജിറ്റബിൾ ഗ്ലിസറിൻ ഉണ്ടല്ലോ, അതും 1 സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ജോജോബ ഓയിൽ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്, അപ്പോൾ അതും ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതില്ലെങ്കിൽ നിങ്ങൾക്ക് സാധാ നമ്മുടെ കോക്കനട്ട് ഓയിൽ ഉണ്ടല്ലോ, വെർജിൻ കോക്കനട്ട് ഓയിൽ, ചക്കിലാട്ടിയ എണ്ണയൊക്കെ, അതുമാണല്ലോ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ആൽമണ്ട് ഓയിൽ ഒന്നും ഇല്ലെങ്കിൽ വെർജിൻ കോക്കനട്ട് ഓയിലും വൈറ്റമിൻ ഇ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തത് വൈറ്റമിൻ ഇയുടെ കോൺസെൻട്രേറ്റഡ് ആണ്. അത് നമുക്കൊരു 1-2 തുള്ളി ഒഴിച്ചു കൊടുത്താൽ മതി. അത് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ, വേണമെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പോൾ ഇനി ഞാൻ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി വെക്കാം. അപ്പോൾ ഇപ്പോഴേ അത് കട്ട പിടിക്കാൻ തുടങ്ങി. പടിയിൽ വെള്ളം വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കട്ട് ചെയ്യാം. അത്രയും നല്ല ബേസാണ് കേട്ടോ. അപ്പോൾ ഇതുണ്ട്, ഇതിലേക്ക് ഞാൻ സ്മെല്ല് ചെയ്ത് കൊടുക്കുന്നത് സ്പ്രിംഗ് ഷൈൻ ആണ്. നല്ല സ്മെല്ലാണ് കേട്ടോ, ഒരു രക്ഷയില്ല. അപ്പോൾ ഞാനിതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 സ്പൂൺ 2 സ്പൂണൊക്കെ ഒഴിച്ചു കൊടുക്കാം, അതായത് 1/2 കിലോയ്ക്ക് 5 ml എന്നുള്ള കണക്കിൽ കേട്ടോ. അപ്പോൾ ഇതുണ്ടോ, അതൊരു 1 സ്പൂൺ ഒഴിച്ചു കൊടുത്തു, പിന്നെ ഒരു സ്പൂണും കൂടെ ഒഴിച്ചു കൊടുക്കാം. 5 ml, 1/2 കിലോയ്ക്ക് 5 ml സ്മെല്ല് ഒഴിക്കാവേ. ഇത് നന്നായിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി നന്നായിട്ട് കൊടുക്കുക, നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ മോൾഡിലേക്ക് ഒഴിച്ച് വെക്കണം. ഇതിലേക്ക് നിങ്ങൾക്ക് നേരിട്ട് എന്താ പറയുക, ഈ നാൽപ്പാമരാതിയുടെ എണ്ണയുണ്ടല്ലോ, കേരം, ആ ഓയിലുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒഴിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ലതാണ്, നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ ആ സോപ്പ്. ഞാനത് നേരത്തെ കുറേ പേർക്കൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സോപ്പ് നമുക്ക് വേറെ ഓർഡർ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ 1/2 കിലോ വെച്ചിട്ട് 100 ഗ്രാമിൻ്റെ 5 സോപ്പ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. കുറച്ച് 1 മണിക്കൂർ പോലും വേണ്ട, അതിന് മുന്നേ നമുക്കിത് സെറ്റാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല കട്ടിയാണ്, ഇടിച്ചാൽ പോലും ഒരു രക്ഷയില്ല, പൊട്ടിയൊന്നും പോവില്ല. നല്ല ഉറപ്പുള്ള സോപ്പ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ബേസുകളും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ അലോവേര ജെല്ല്, ലാവൻഡർ ജെല്ല്, വാട്ടർ മെലണും അതുപോലെ തന്നെ ഹിബിസ്കസിൻ്റെത്, നീം, എല്ലാത്തിനും ജെല്ലുകളും അതിൻ്റെ എല്ലാ സ്ക്രബുകളും അവൈലബിൾ ആണ് കേട്ടോ. ഹോൾസെയിൽ റേറ്റിൽ അവൈലബിൾ ആണ്, വേണ്ടവർ കോൺടാക്ട് ചെയ്യുക. ഫസ്റ്റ് ക്വാളിറ്റി ആണ് കേട്ടോ. അതുപോലെ തന്നെ സോപ്പ് ബേസ്, എല്ലാത്തരം സോപ്പ് ബേസുകളും അവൈലബിൾ ആണ്. അതും നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. ഷാംപൂ ബേസോ ഫേസ് വാഷിൻ്റെ ബേസൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഈ ഒരു വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അയച്ചു തരാം. അതുപോലെ തന്നെ സോപ്പുകൾ വേണമെങ്കിലും നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുണ്ട്, നമ്മളുടെ സോപ്പ് ഇപ്പം നല്ല റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലുമാണ് കേട്ടോ, തേച്ച് കുളിച്ചിട്ടുണ്ട്, നല്ല ഒരു സ്മെല്ല് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നമ്മളുടെ മുഖത്തെ എല്ലാ പാടുകളും മാറിക്കിട്ടും കേട്ടോ.